Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Prayer back note. Okay, let us pray. പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം പാവനമാലയത്തിനുള്ളിൽ പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം പാവനമാലയത്തിനുള്ളിൽ പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ പാഴിലാകരുതേ നിൻ പാത തേടുമ്പോൾ താപമേറും മാനസേ വാസമാകണമേ പ്രാർത്ഥനാ ഗാനം ഞങ്ങൾ പാടാം പാവനമാം ആലയത്തിനുള്ളിൽ. Have a blessed day. Thought of the day ഞാൻ പറയാം. Behavior is always greater than knowledge because are many situations where knowledge fails but behavior can still handled. പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ പെരുമാറ്റത്തിന് അവയെ കൈകാര്യം ചെയ്യാൻ കഴിയും. താങ്ക് യു മാം. മിസ്സസ് സൈനി ഇന്ന് ഞാനാണ്. എന്താ പറയാ, ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മള് പണ്ട് എന്നുള്ള അക്ഷരം ഇല്ലേ, നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോ കൂടുതൽ അടി കിട്ടിയതായി പിന്നെ ഞണ്ടിന്റെ മാതിരിയുള്ള ഒരു അക്ഷരം ഈ അക്ഷരം നമ്മുടെ ഒക്കെ ചീൻചട്ടിയിലെ പിടി പോലെ ഉണ്ടാവുക എഴുതുന്നത്. പിന്നെ എന്തിനാ നമ്മളെ പഠിപ്പിച്ചെന്ന് ഇത്ര കാലായിട്ടോ എന്താ പറയാ, അതങ്ങനെ ഉപകാരപ്പെടാത്തൊരു അക്ഷരല്ലേ ഈർന്നുള്ളത്. അതിനാണെങ്കിൽ കിട്ടിയ അടിക്ക് കയ്യും കണക്കും ഇല്ല. ഇന്നേ ഒരു അക്ഷരം ആവശ്യം വന്നിട്ടുമില്ല. ഒരു ചൂരല് പൊട്ടുന്നവരെ എനിക്ക് അടി കിട്ടിയ ഒരു ഓർമ്മ എനിക്കുണ്ട് മിസ്സേ. ഇറിനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് സൈൻ ഇൻ ചെയ്യാൻ മിസ്സിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. എന്റെ ചങ്ങായിമാരെ. എന്താ മിസ്സേ? അതെ, ഉയർന്നുള്ള അക്ഷരം. ശരിക്കും പറഞ്ഞാ അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ. അതെ അതെ, എഴുതാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ കുഞ്ഞു കുട്ടികളുടെ ആ പ്രായത്തില്. എന്റെ മോന്റെ പേര് ഋഗ്വേദ് എന്നാണ്. ഋഗ്വേദ് ഋഷി അങ്ങനെയൊക്കെ തുടങ്ങുന്നു. എല്ലാവരും നമ്മുടെ യൂസ് ചെയ്യല് കുറവല്ലേ ഇരുന്ന് പറയുന്നത്. ഞാൻ പേരിട്ടപ്പോ ആലോചിച്ചു, ദൈവമേ എഴുതാൻ പഠിക്കുന്നത്. മോള് ഇപ്പം അവളുടെ പേരൊക്കെ പെട്ടെന്ന് പഠിച്ചു. ഇപ്പൊ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പെട്ടെന്ന് പേര് പഠിച്ചു. ഇവന് ഏറ്റവും മലയാളം അക്ഷരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടഫായി എഴുതാനായിട്ട്. നമ്മളുടെ വരയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഭംഗിയുമാണ്, നല്ല ഭംഗിയല്ലേ വൃത്തിയായി എഴുതുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പൊ സമയത്ത് ദൈവമേ ഇവനിത് എഴുതുമെന്ന് എഴുതി പഠിക്കുമ്പോ തന്നെ അത് ദേഷ്യം വരും എന്ന്. അതെ മിസ്സേ, ഏറ്റവും ടഫുള്ള ഭാഷ എന്ന് പറയുന്നത് മലയാളം എഴുതല്ല. ഈ മലയാളം എഴുതാൻ ബാക്കി എല്ലാ ഭാഷയും നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ മലയാളം അതുകൊണ്ട് അത്രയും ബുദ്ധിയുള്ള ആൾക്കാരെ നമ്മളൊക്കെ, കാരണം നമുക്കൊക്കെ മലയാളം എഴുതാൻ നല്ലോണം അറിയാലോ. അറബിമാർക്കോ പിന്നെ ഇംഗ്ലീഷുകാർക്കൊന്നും മലയാളം എഴുതണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരപ്പോഴും പറയും ഇതില്. നമ്മുടെ അവിടെയൊക്കെ ബംഗാളികൾ വന്നാലേ അവരുടെ ഭാഷ നമ്മൾ പഠിക്കില്ല, പക്ഷെ നമ്മുടെ ഭാഷ അവർ പഠിക്കാറുണ്ട്. ഞങ്ങളവിടെ വീടിന്റെ അടുത്തൊരു ബംഗാളി ജോലിക്ക് വന്നിട്ടുണ്ട്. അയാളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനേ കിട്ടിയില്ല. ഹിന്ദിയിലും കുറച്ച് നോക്കും, ഇംഗ്ലീഷിലും നോക്കും, കിട്ടണില്ല. അപ്പൊ അയാൾ ഇപ്രാവശ്യം വന്നപ്പോ സുഖമല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ശരിയാ, ലാസ്റ്റ് അവര് മലയാളം പഠിച്ചിട്ട് പോവുക. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ബാച്ചില് MP10 ലാസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആയത് ഈ ഇയർ കോൺവെക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു മംഗളൂരു എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. കന്നഡയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോ ആള് വന്ന സമയത്ത് ഒട്ടും മലയാളം ഫ്ലുവന്റ് അല്ലായിരുന്നു കേട്ടോ.
പക്ഷേ ആള് പോയപ്പോ ഇവിടെ വന്ന് കോൺവെക്കേഷൻ വന്ന സമയത്ത് ആള് എന്താ പറയാ മണിമണി പോലെ മലയാളം പറയാം. ഒരു വർഷം കൊണ്ട് ഞാൻ മലയാളം പഠിച്ചു. മിസ്സിനോട് സംസാരിച്ചു, മിസ്സുമാരോട് സംസാരിച്ചു, എന്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു. അപ്പൊ ഞാൻ മലയാളം പഠിച്ചു. ഞാൻ വിചാരിച്ചില്ല പഠിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല സപ്പോർട്ടായിരുന്നു ആൾക്ക്. നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോ എന്താ പറയാ, ഒത്തിരി ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ് പോകുന്നത്, അല്ലെ? നിങ്ങളോടാണ് മലയാളത്തിൽ തന്നെ ക്ലാസ് പോകുന്നത്. അപ്പൊ ആ കുട്ടിക്ക് കോഴ്സ് പഠിക്കണമെന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആ ഒരു ലാംഗ്വേജും കൂടി പഠിച്ചെടുത്തു എന്നാ പറയണേ. ഓക്കെ ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ പറയണേ. വെൽഫെയർ മിസ് വർക്കുണ്ട് 32. ഫ്ലാഷ് കാർഡ്സ്. അതില് ഓക്കെ, മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻസ് അല്ലേ എടുക്കേണ്ടത്? അതെ സർ. യെസ് മാം. സെമിനാർ കംപ്ലീറ്റ് ആയില്ല എല്ലാവരും? മിസ് ഫ്ലാഷ് കാർഡ് ഫ്ലാഷ് കാണിക്കാനുണ്ടായിരുന്നു. കാർഡ് ഉണ്ട്, സെമിനാർ ഉണ്ട്. സെമിനാർ ഉണ്ടല്ലേ, ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ കുറച്ച് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയാണോ? എൻഡോസൾഫാൻ, ആൻസി, ഷൈമ, അതേപോലെ തന്നെ ഭോപ്പാൽ, റീജു, ലിൻഷി, ഹെലൻ, ദിവ്യ, ജിൻസി പഠന വൈകല്യങ്ങൾ. എല്ലാവരും റെഡി അല്ലേ? ഷൈമ, ഞാൻ അവനെ കണ്ടുട്ടാടാ. യെസ് മാം. ആ ആ ആ ആ മോളെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞിരുന്നു മാം, മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് സത്യം പറഞ്ഞ വലിയ ആൾക്ക് അങ്ങനെ എന്റെ ടീച്ചേഴ്സിനെ ഒന്നും അറിയില്ല. ചെറിയ ആളാണ് എന്റെ കൂടെ ഉണ്ടാവാറ് ഇപ്പോഴും. അവൾക്ക് അറിയാം എന്നെ ടീച്ചറാണെന്നുള്ളത് അറിയാം. അപ്പൊ അവള് ആദ്യം അന്തം വിട്ടു ചോദിച്ചപ്പോ. പിന്നെ കുഴപ്പമില്ല, അവളുടെ അമ്മായി നീതു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ശരിയായി. കുഞ്ഞാവനെ കണ്ടോ ടീച്ചർ ഞാൻ പറഞ്ഞ? ഞാനെ കണ്ടു. ഓക്കെ ഓക്കെ. അല്ല, ആളെ കണ്ടു കഴിഞ്ഞപ്പോ കണ്ണൊക്കെ അടച്ചു പിടിക്കുക, കാരണം പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ട് കാണാൻ ഒരുപാട് പേരുണ്ടാവും. അവള് പരിചയം, അതായത് സൗണ്ട് കേട്ട് പരിചയമുള്ളവരടുത്ത് മാത്രമേ കണ്ണു തുറക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ഇറുക്കി പിടിക്കുകയോ ചെയ്യാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ നഴ്സുമാര് ആദ്യമൊക്കെ പോണ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ കണ്ണ് ഇറുക്കിയിട്ട് ചിലപ്പോൾ കരയൊക്കെ ചെയ്യും. കുറച്ചൊരു 2-3 ദിവസം അടുപ്പിച്ച് പോയാൽ അവരുടെ സൗണ്ട് മനസ്സിലായി അവരുടെ നോക്കി ചിരിക്കാനും നോക്കാനും തുടങ്ങും. അങ്ങനെ ചെയ്യും അവള്. ഓക്കേടാ. ഓക്കെ, അപ്പൊ നമ്മള് സെമിനാർ ഫ്ലാഷ് കാർഡ്സ് ആദ്യം കാണിച്ചു കേട്ടാ. ഫ്ലാഷ് കാർഡ്സ് ഏതായിരുന്നു? ആൽഫബറ്റ്സ് ആണോ? സെൻസ് ഓർഗൻസ്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്. നമ്പേഴ്സ് ഉണ്ടോ? അല്ല, സെൻസ് ഓർഗൻസ് മാം. സെൻസ് ഓർഗൻസ്. ഓക്കെ ഓക്കെ, പേര് അയച്ചോ കേട്ടാ. പ്രിപ്പയർഡ് ആയിട്ടുള്ളവർ പേര് അയക്കുകയാണെങ്കിൽ നമുക്ക് പിൻ ചെയ്യാം കേട്ടാ. ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല, എനിക്ക് മോൾക്കൊരു എക്സാം ആണ്, അതിന്റെ തിരക്കില്ല. അപ്പൊ ഈ സെമിനാറും ഉണ്ടാക്കണ്ടേ, രണ്ടും കൂടി പറ്റിയില്ല. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ക്ലാസ്സിൽ കാണിച്ചാൽ മതി. ചെയ്തവര് ഞാനും ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും ഈ ക്ലാസ് ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? ഓക്കെ, ചെയ്തവര് മാത്രം മെസ്സേജ് അയക്കും. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ. ബാക്ക് ക്യാമറ എടുക്കാണോ? എടുക്കട്ടെ. പിന്നെ മറന്നുപോയോ? മുകളില് ടോപ്പിലായിട്ട്, മുകളിൽ ഏറ്റവും മുകളില് ടോപ്പിലായിട്ട് ആ സ്പീക്കറിന്റെ ഒക്കെ അടുത്ത് ലിങ്ക് ഒക്കെ വന്നിട്ടില്ലേ? ആ 3 ഡോട്ട് കാണുന്നുണ്ടോ മുകളില്? നിങ്ങളുടെ ഒരു സെക്കൻഡ്, ഇത് എന്തോ ഒരു ഇഷ്യൂ. ഓക്കെ, ഫോൺ ചരിച്ചു പിടിച്ച് കാണിച്ചാലും മതിയേടാ. ഓക്കെ. വേറെ ആരെങ്കിലും കാണിക്കാവോ? ഞാൻ എന്റെ ഫോൺ എന്ത് ഇഷ്യൂ ഉണ്ട്. ഞാൻ ഒരു സെക്കൻഡ്. കാണിക്കേ. പ്രസന്റ് ചെയ്തോടാ.
ഓക്കെ, അങ്ങനെ ഓക്കെ ചെയ്തിരിക്കണേ അല്ലേ? കുറച്ചും കൂടി അടുപ്പിച്ച് ഓക്കെ. ഇപ്പൊ കാണാടോ, രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി, അടുത്തത് ദിവ്യ കേട്ടോ. വേറെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റ് കാണിച്ചത് സ്ക്വയർ ആണോ? അല്ല, ക്യൂബ് ആണോ? മ്യൂട്ട് ക്യൂബ് ആണോ? ഒന്നുകൂടി കാണിച്ച്. ഓക്കെ, അതെങ്ങനെ കട്ട് ചെയ്തെടുത്തേ? പണ്ട് ഈ മാത്സ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തോണ്ട് പോണേ, ത്രികോണമൊക്കെ അതുപോലെ കട്ട് ചെയ്ത് നോക്കിയതാ. ഒന്നുകൂടെ കാണിക്കോ? എടാ, അത് കണ്ടപ്പേ എനിക്ക് പിങ്ക് ടവർ എന്ന് പറഞ്ഞ നമ്മുടെ മെറ്റീരിയൽ ഉണ്ട് മോണ്ടിസോറിയില്. ആ ഒരു മെറ്റീരിയലിന്റെ ലാസ്റ്റ് ക്യൂബ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ പിങ്ക് ടവർ? ഇങ്ങനെ ലാസ്റ്റ് ക്യൂബ് ഓരോന്ന് ഇങ്ങനെ തുറക്കുമ്പോ കാണാം. ഇയറിംഗ് അങ്ങനെ ഓരോന്ന് കൊടുത്ത്. ഓക്കേടാ, നല്ല രസമുണ്ട് കേട്ടോ അത്. ടച്ച് ചെയ്യാൻ ബാറ്റ് ബോള്. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കേടാ. ഇപ്പൊ ആള് കാണിച്ചില്ലേ, അത് ശരിക്കും ആ പിങ്ക് കളറും കൂടി കണ്ടപ്പോ എനിക്ക് പിങ്ക് ടവർ ആണെന്ന് പെട്ടെന്ന് തോന്നി. കണ്ടോ, വുഡൻ ക്യൂബ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാർഡ്ബോർഡിൽ നമുക്ക് ചാർട്ടിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോ മോണ്ടിസോറിയുടെ ഒക്കെ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോ ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയില്ലേ പിങ്ക് കളറ്? ഞാന് ജിഷാ മിസ്സിന്റെ ക്ലാസ്സിൽ കണ്ടിന് മിസ് ചെയ്ത്. ജിഷാ മിസ് ഇത് ക്ലാസ് എടുക്കുന്നതിനെ കാണിച്ചു കൊടുക്കുന്ന കണ്ടിന് യൂട്യൂബില്. ആണോ? ഓക്കെ, നല്ല രസമാണ് അത് കാണാനും ചെയ്ത് നോക്കാനും. നല്ല ക്യൂട്ട് കളറായി, നല്ല അട്രാക്റ്റീവ് കളറാ പിങ്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചത്. പെട്ടെന്ന് അത് കണ്ടപ്പോ അയ്യോ പിങ്ക് ടവർ പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്റെ ഫേവറേറ്റ് കളറും പിങ്കാ. എനിക്ക് ഭയങ്കര ഇഷ്ടം പിങ്ക്. ഓക്കെ, എനിക്കും അതെ. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ നോർമൽ ഡ്രസ്സുകളൊന്നല്ല, അല്ലാതെ സാരി വാങ്ങിക്കുന്ന സമയത്ത് പിങ്ക് കളറായിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന നിമിഷം എനിക്ക് ഒരുപാട് പിങ്ക് സാരീസ് ഉണ്ട് എന്ന് ചിന്തിക്കുകയില്ല. ഇങ്ങനെ ആഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയും ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ആണ്, ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, ഇത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് പറയും. അപ്പൊ പറയും ഇതെല്ലാം സെയിം അല്ലേ? ഹസ്ബൻഡ് പറയും എനിക്ക് എല്ലാ സമയവും ഇതേ കളർ എടുക്കുള്ളൂ എന്ന്. അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. അല്ലാതെ നല്ല ഭംഗിയ കാണാൻ. 10 ക്യൂബ്സ് വരുന്നത്. വുഡൻ ക്യൂബ്സ് ആണ്. കുട്ടികളില് അത് ഹൈറ്റും വിഡ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്മോളും ബിഗും കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. കൗണ്ടിങ്, മാത്സിൽ ബേസിക് ആണ് കൗണ്ടിങ്. 1 to 10 വരെ കൗണ്ടിങ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. കളറ് പഠിപ്പിക്കാൻ പറ്റും. കാരണം ജസ്റ്റ് ഒരു ഒറ്റ മെറ്റീരിയൽ ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ പിങ്ക് ടവറിന്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചു തന്നത്. ഓക്കെ, അടുത്തത് ആരാണ്? ദിവ്യ. ദിവ്യ ഓക്കെ, ഇവിടെ ക്യാമറ ഓൺ ചെയ്താലും മതി. ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല, തിരിച്ച് കാണിച്ചാലും മതി. ഓക്കെ ഓക്കെ. ഐ നോട്ട്സ് ബാക്കിൽ ഉണ്ടോ നീ? ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് തോന്നി ബാക്കിലായിരിക്കും. നല്ല സുഖം കേട്ടാ. താങ്ക് യു മാം. ഓക്കെ, അഖില പ്രസന്റ് ചെയ്തോട്ടെ നെക്സ്റ്റ്. ഓക്കെ മാഡം. ബാക്ക് ക്യാമറ വരണില്ലല്ലോ മിസ്സേ. മുകളില് ടോപ്പിലായിട്ടുണ്ടാ സ്പീക്കർ ഇല്ലേ? സ്പീക്കറിന്റെ ഒക്കെ അടുത്തായിട്ട്
മുകളില് ഏറ്റവും മുകളില് അതേ ആരോമാർക്ക് കാണിക്കണില്ല അവിടെ. ആണോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞാൻ സിസ്റ്റത്തിൽ നിന്ന് കാരണം എന്റെയും കാണുന്നില്ലായിരുന്നു മാം. ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് കാണുന്നില്ലായിരുന്നു. ഞാനേ ആ ഇത് സ്കിന്നിന്റെ അതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ ഓക്കെ നന്നായി. ഇത് tongue, ഇത് ഇയർ, മ്യൂസിക്കിന്റെ ഇത് ഐ, സൺ, ഇത് നോസ്, ഫ്ലവർ, അല്ല സ്മെല്ല്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടാ. നെക്സ്റ്റ് പാരിസ. ഓക്കെ മാം. മാം ബാക്ക് ക്യാമറ കാണില്ല. എടാ മുകളില് ടോപ്പിലായിട്ട് ആരോ മാർക്ക് പോലെ വന്നിട്ടുണ്ടോ? വരുന്നില്ലല്ലോ മാം. അങ്ങനെ വരുന്നില്ല അത് കേട്ടോ. ആണോ? എന്താ അറിയില്ല, കാണുന്നില്ല. ആണോ? സ്പീക്കർ ഉണ്ടോ അവിടെ? ഓക്കെ ആൻസർ ഓക്കെ എടാ. ഒന്ന് കാണാൻ പറ്റുന്നില്ല അവിടെ. കൈ മാത്രമേ കാണുന്നുള്ളൂ. കുറച്ചും കൂടി കാണിക്കാനേ. ഓക്കെ. അത് താഴെ കാണാട്ടേടാ. ഓക്കെ. ഓക്കെ മാം. വിസ്മയ. മാം എനിക്കും ക്യാമറ ഓൺ ആവുന്നില്ല, ആരോമാർക്ക് വരുന്നില്ല. അതിനിപ്പോ ചിലപ്പോ എന്തെങ്കിലും അപ്ഡേഷൻ വന്നോണ്ടാണോ എനിക്ക് അറിയില്ല കേട്ടാടാ. ഇല്ല മിസ്സേ, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ എന്തേലും വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതല്ലേ, ഇപ്രാവശ്യം വരുന്നില്ല. ശരിയല്ലേ, നമ്മൾ സാൻഡ് പേപ്പർ ഒക്കെ കാണിച്ചല്ലോ എല്ലാവരും. ശരിച്ചൊന്ന് കാണിക്കട്ടെടാ. ഇപ്പൊ വരുന്നില്ല. ഓക്കെ കുഴപ്പമില്ല. ക്യാമറ ചെയ്തിട്ടേ ഓൺ ചെയ്തിട്ട് ചരിച്ച് കാണിച്ചാൽ മതിയടാ. ഓക്കെ മാം. ഓക്കെ കാണാടാ. ബാക്കിൽ പിക്ചേഴ്സ് വരുന്ന രീതിയിലല്ലേ? അകത്ത് കാർഡ് പോലെ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടാടാ. പക്ഷേ ഇല്ലേടെ എന്റെ ഫോണിൽ വരുന്നുണ്ടല്ലോ. ഇതുണ്ട് ഇതേപോലെ 2 ആരോ മാർക്ക്. ഞങ്ങളുടെ വരുന്നില്ല. സ്പീക്കർ മാത്രമേ കാണിക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ശരിയായി, ഇപ്പം വരുന്നില്ല. ഓക്കേടാ. എന്താണ് അപ്ഡേറ്റ് ആയോ നിങ്ങളുടെ ഫോണില്? ക്ലാസ് റൂം അല്ലെങ്കിൽ മീറ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്തല്ലോ? എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ എന്തായാലും മിസ്. അതാണ് ഞാൻ ആലോചിച്ചത്. സ്റ്റെഫി ചെയ്തോട്ടാടാ. സ്റ്റെഫി മിസ് കാണിക്കാം. കാണുന്നില്ലല്ലോ മിസ് ക്യാമറ. കുഴപ്പമില്ല, ചരിച്ച് കാണിച്ചോടാ ഫോൺ. ഫോൺ ഇങ്ങനെ ജസ്റ്റ് ശരിക്കും ഇങ്ങനെ അതിനുള്ള ഫോൺ ഇങ്ങനെ കാണാം. ശരിക്കൊന്നുമില്ല മിസ്സേ. മിസ് ഇരുന്ന പോലെ ഇരുന്നിട്ട് ഫോൺ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ട് കാണിച്ചാൽ മതിയല്ലോ.
അത് നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാൻ പറ്റുമോടാ? അഖില് കാണിച്ച പോലെ കാണിച്ചാലും മതി. ആ മോന്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. എനിക്ക് മോനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇമേജ് എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇടത് ഇങ്ങനെ കുഴപ്പമില്ല ഏടാ, ഒന്നും കുഴപ്പമില്ല സ്റ്റെഫി. ഓക്കെ ഏടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കിയിട്ട് പറയാം. ആൻസി ആൻസി മിസ് കാണിക്കാം. ആർക്കെങ്കിലും ബാക്ക് ക്യാമറ ഓൺ ആയോ? വേറെ ആർക്കെങ്കിലും ആർക്കും ഓൺ ആയില്ല ബാക്ക് ക്യാമറ? ഇല്ല മാം. ഞാൻ കാണിക്കുന്നു. ഓക്കെ, കാണിച്ചോട്ടെ. കാണുന്നില്ലല്ലേടാ. മാം അവിടുത്തെ ആ ഡോട്ട് ഇല്ലേ അത് വരുന്നില്ല. ബാക്ക് ക്യാമറന്റെ ഡോട്ട് ഇല്ലേ അത് വരുന്നില്ല. അതാണ് സംഭവം. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പ്രസന്റേഷൻ നോക്കാം കേട്ടാ. നമുക്ക് സെമിനാർ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഭോപ്പാൽ ദുരന്തത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ പ്രസന്റ് ചെയ്തു. ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? ഭോപ്പാൽ ദുരന്തം. ഞാൻ ഇതിന്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു മിസ്. അതില് ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമ്മളായിട്ട് സങ്കല്പിച്ചിട്ട് ആ സിനിമ കാണുമ്പം ശരിക്കും നമുക്കത് എന്താ സങ്കടം സഹിക്കാൻ പറ്റൂല. കാരണം നമ്മളും അതിലിങ്ങനെ എന്താ പറയാ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓരോരുത്തരെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് തോന്നും. കരഞ്ഞു പോകും ലാസ്റ്റ്. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു മിസ്. അപ്പൊ മിസ് ഈ ഒരു ഇതന്നെ എനിക്ക് പറയാന് ഇങ്ങനെ സെമിനാർ ആയിട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പറയാം മിസ്. 1954 ഡിസംബർ 2-3 തീയതികളിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലുണ്ടായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ വിഷവാതകം ചോർച്ച ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണ്. മാരകമായ മീഥെയ്ൻ ഐസോസയനേറ്റ് വാതകം ചോർന്ന് ആയിരക്കണക്കിന് ആളുകൾ തൽക്ഷണം മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ഥിരമായ ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഭോപ്പാൽ വാതക ദുരന്തം. പ്രധാന വിവരങ്ങൾ. ദിവസം 1984 ഡിസംബർ 2-3 രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്ഥലം ഭോപ്പാൽ, മധ്യപ്രദേശ്. യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. വാതകം മീഥെയ്ൻ ഐസോസയനേറ്റ്. മരണനിരക്ക്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3787 ആളുകൾ മരിച്ചു. എന്നാൽ അനൌദ്യോഗികമായി ഇത് 25,000-ലധികമാണ്. ആഘാതം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ജനന വൈകല്യങ്ങൾ എന്നിവ ഉണ്ടായി. ദുരന്തത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും. കാരണം ഫാക്ടറിയിലെ അറ്റകുറ്റപ്പണികളിലെ അലംഭാവവും സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയവുമാണ് ചോർച്ചയ്ക്ക് വഴിവെച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിൽ വിഷബാധ തലമുറകളായി തുടരുന്നു. നിയമ നടപടി. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷനിൽ നിന്ന് 470 ദശലക്ഷം US ഡോളർ $715 കോടി 1987 നഷ്ടപരിഹാരമായി ഒത്തുതീർപ്പാക്കി. പരിസ്ഥിതി മലിനീകരണം. ഫാക്ടറി പരിസരത്തെ മണ്ണ്, ഭൂഗർഭജലം എന്നിവ ഇപ്പോഴും മലിനമായി തുടരുന്നു. ഇന്നും ദുരന്തത്തിന്റെ ഇരകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും ചികിത്സയും ലഭിക്കുന്നില്ലെന്ന പരാതികൾ നിലനിൽക്കുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഭോപ്പാൽ ദുരന്തം അത്രക്ക് നമ്മൾ ജീവിതത്തിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ. ഓക്കേടാ, ഈ ടോപ്പിക് വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പ്രിപ്പയർഡ് ആണാടാ? ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടാടാ. Bhopal gas tragedy. The Bhopal gas tragedy, which occurred in the night of December 1984, dated 2 and 3. It is widely considered the world's most industrial disaster.
It involved a catastrophic gas leak at the Union Carbide India Limited. Even now, over 40 years later, the tragedy remains a symbol of corporate negligence and an ongoing public health crisis. ഈ ട്രാജഡി എങ്ങനെ ഉണ്ടായെന്നാണ്. The gas, around 40 to 45 tons of methyl isocyanate, an extremely toxic chemical used to make pesticides, leaked from a storage tank. ഇതിനുണ്ടായ കാരണങ്ങൾ: water entered the MIC storage tank, triggering an exothermic chemical reaction. This causes the temperature and pressure to rise until the gas burst through the safety valve. Second reason, safety failure. Multiple safety systems are either non-functional or turned off to save cost. One reason, the refrigeration system meant to keep the MIC cool was shut down. Where reason, the vent gas scrubber was turned off. Immediate impact undayathu, a city in panic, the gas has heavier than the air, so it stayed low to the ground, drifting over densely populated slums surrounding the plant. Death എത്ര ഉണ്ടായെന്ന് വെച്ചാൽ thousands died instantly in their sleep or while turning to flee. Official immediate death tolls around 2,259, but ഏകദേശം 8,000 to 10,000 died within the first 3 days. ഇതില് ജനങ്ങൾക്കുണ്ടായ സിംറ്റംസ്: the people walk with choking, with their eyes burning as if they are on fire. Many dies of pulmonary edema. എന്ന് വെച്ചാൽ ലങ്സില് ഫ്ലൂയിഡ് നിറയുന്നതിനാണ് പൾമിനറി എഡിമ എന്ന് പറയുന്നത്. ലോങ് ടേം എഫക്റ്റ് ഉണ്ടായത്: the tragedy didn't end in 1984. It is often called a multi-generation disaster. ഈ ട്രാജഡി ഉണ്ടായതിനു ശേഷവും ഇപ്പോഴും വർഷങ്ങളോളം അത് അവിടെയുള്ള ജനങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നു. The survivors suffer from permanent blindness, respiratory disease, kidney failure and neurological damage. പിന്നെ reproductive health studies have shown high rate of miscarriages, early menopause and hormonal disorders among women. പിന്നെ കുട്ടികൾക്ക് ബർത്ത് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. Children of survivors and even their grandchildren are being born with congenital disabilities, cerebral palsy and muscular dystrophy. പിന്നെ contamination, the factory site was never fully cleaned. Toxic chemical have seeped into the groundwater, so continuing to poison residents who rely on it for drinking and washing. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ടോക്സിക് വേസ്റ്റ് ആൻഡ് ക്ലീനപ്പ്. ആഫ്റ്റർ 40 years of delay, a major portion of the overground toxic waste was finally removed from the Union Carbide plant. Thank you. ഓക്കേടാ, നന്നായിട്ട് എടുത്തോട്ടാ രണ്ടുപേരും. മലയാളം ഉണ്ടായിരുന്നു. മലയാളം സെയിം റീജു ചെയ്തതിന്റെ സെയിം ആയിരുന്നു ഞാനും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ താങ്ക് യു. ഭോപ്പാൽ ദുരന്തം നമ്മുടെ ഹിസ്റ്ററി തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രാജഡിയാണ്. അപ്പം ഇന്നും അതിന്റെ എന്താ പറയാ സൈഡ് എഫക്റ്റ് ഒന്നും അനുഭവിക്കുന്ന ഒരുപാട് എന്താ പറയാ ജീവിതങ്ങൾ അവിടെ ഉണ്ട്. എൻഡോസൾഫാൻ ആരായിരുന്നു? ഞാൻ ആൻസിയാണ്. ആൻസി ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ മാം, ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ബാക്കി ഷൈമ നമ്മളുണ്ട് ക്ലിയർ ആയിട്ട്. കേൾക്കാമോ? അപ്പൊ കേക്കാടാ. എൻഡോസൾഫാൻ ദുരന്തം നമുക്ക് ആദ്യം എന്തോന്നാണ് എൻഡോസൾഫാനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഓർഗാനോ
ആടാ കണ്ടിന്യൂ ഇപ്പൊ ചെയ്തോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ മിസ്സേ? ആ കേക്കാടാ. അപ്പൊ എൻഡോസൾഫാൻ ദുരന്തം നമുക്ക് ആദ്യമായിട്ട് എൻഡോസൾഫാൻ എന്തോന്നാണ് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ ക്ലോറിൻ സംയുക്തമാണ് എൻഡോസൾഫാൻ. നിറമില്ലാത്ത ഈ ഖരവസ്തു ഒരു മാരക വിഷവസ്തു എന്ന നിലയിൽ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളിൽ ജനിതക വൈകല്യങ്ങളും ഹോർമോൺ തകരാറുകളും ഉൾപ്പെടെയുള്ള ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളതിനാൽ കാർഷിക രംഗത്ത് ഇതിന്റെ ഉപയോഗങ്ങൾ വൻ വിവാദങ്ങൾ ഉയർത്തിവിട്ടിട്ടുണ്ട്. അതായത് ഈ എൻഡോസൾഫാൻ നിറമില്ലാത്ത ഒരു മാരകമായ എനിക്ക് മാത്രമാണ് ഒരു ഭയങ്കര വിഷവസ്തുവാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം ദോഷങ്ങൾ ഉള്ളതിനാൽ ഇത് കാർഷിക രംഗത്ത് വളരെയധികം വിഭാഗങ്ങൾ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലേ? ബ്രേക്ക് ആവണ്ട ഭയങ്കരമായിട്ട്. റേഞ്ച് ഉള്ളോടത്തേക്ക് നിൽക്കാൻ പറ്റൂടാ. അപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് അടുത്ത സെമിനാർ ഒന്ന് കേൾക്കുന്നില്ലാടാ. ഓക്കെ, ഷൈമ കണ്ടിന്യൂഷൻ ആണ് രണ്ടുപേരും. മിസ്സേ ഷൈമ കണ്ടിന്യൂഷൻ ആണോ മോൻ ആൻസിയുടെ? ഇൻട്രൊഡക്ഷൻ മൊത്തം ഇപ്പൊ എഴുതിയിട്ടുണ്ട്. കേൾക്കാമോ മിസ്സേ? ആ കുഴപ്പമില്ല ആൻസി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്പഴയ്ക്കാം കേട്ടോ. കേൾക്കുന്നുണ്ടെങ്കിൽ തമ്പഴയ്ക്കാം. ഓക്കെ മിസ്സേ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തമ്പഴയ്ക്കാം. ഇങ്ങനെ തമ്പഴയ്ക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാമോ? എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ട്. Okay. കുഴപ്പമില്ല, മോൻ എടുത്തോ കണ്ടിന്യൂഷൻ. ഓക്കെ, ഇപ്പൊ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് നിറമില്ലാത്ത ഒരു മാരകമായ വിഷവസ്തുവാണ്. അതിന്റെ ഉപയോഗം കാർഷിക രംഗത്ത് വൻ വിവാദങ്ങളാണ് ഉയർത്തിവിട്ടിട്ടുള്ളത്. ഇത് ഹെക്സാ ക്ലോറോ സൈക്ലോ എന്ന രാസവസ്തുവിൽ നിന്നും 1950 ബെയർകോഫ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത മാരകമായ വിഷവസ്തുവാണ്. ഇതിൽ ആൻഡ് ഓർഡോൺ ഹെറ്റോകോർ എന്നിവയ്ക്ക് സമാനമായ ഒരു രാസവസ്തുവാണ്. ഇത് വികസിപ്പിച്ചെടുത്ത കമ്പനികൾ എന്ന് പറയുന്നത് ബെയർകോഫ് സയൻസ് മെഗ്നീഷ്യം അഗൻ ഇന്ത്യ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് എന്നിവരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇന്ത്യ ബ്രസീൽ അപ്പൊ ഷൈമ പ്രോബ്ലം ഉണ്ടോ? ഷൈമ പറഞ്ഞോളൂ. അപ്പൊ ഷൈമ പറഞ്ഞോളൂ. പറയാം. ഇൻട്രൊഡക്ഷൻ പറയാണ്. എൻഡോസൾഫാൻ ഈസ് ആൻ ഓർഗോക്ലോറിൻ ഇൻസെക്ടിസൈഡ് ആൻഡ് ആക്രിസൈഡ്സ് ദാറ്റ് വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ agriculture worldwide. Endosulfan is a pesticide developed in 1954. People extensively used it in farming with a high consumption in 1980s and 1990s. Later, it was highly toxic to human health and the environment. It poisoned entire population of useful and necessary insects. അതായത് എൻഡോസൾഫാൻ 1954 വികസിപ്പിച്ചെടുത്ത ഒരു കീടനാശിനിയാണ്. ഇത് കാർഷിക മേഖലയിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു കീടനാശിനിയും കൂടിയാണ്. അതാണ് ഈ അക്കാരിസൈഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചെള്ള് അങ്ങനെയൊക്കെ പറയില്ലേ, ചെള്ള്, മൈറ്റ് അങ്ങനെയുള്ള കീടങ്ങളെ, കുഞ്ഞു കുഞ്ഞു പ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു പോകുന്നതാണ് ഈ ഓർഗാനിക് ക്ലോറോ ഇൻസെക്ടിസൈഡ്. ഇതിന്റെ ഉപയോഗം കാരണം മനുഷ്യർക്ക് ആരോഗ്യവും പരിസ്ഥിതിപരമായി വളരെ വിഷകരമാണെന്ന് കണ്ടെത്തുകയും ഇത് ഉപയോഗപ്രദവും ആവശ്യവുമായ മുഴുവൻ പ്രാണികളെ അതായത് നമുക്ക് പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ള കൃഷിക്ക് അനുയോജ്യമായ കുറേ പ്രാണികളും കുഞ്ഞു കുഞ്ഞു ജീവികളും ഉണ്ടായിരുന്നു. അതടക്കം നശിപ്പിച്ചു കളയാനുള്ള ശേഷിയുള്ളതായിരുന്നു ഈ എൻഡോസൾഫാൻ എന്ന കീടനാശിനിക്ക്. ഇതിന്റെ ഫലമായിട്ട് എൻഡോസൾഫാൻ ദുരന്തം പല അസുഖങ്ങൾക്കും കാരണമാവുകയും ഈ അസുഖങ്ങളിൽ ചർമ്മത്തിലെ പ്രകോപനങ്ങൾ, നാഡീകലകളുടെ നാശം, മനുഷ്യരിലും മൃഗങ്ങളിലും പ്രത്യുൽപാദനം, വികസന തകരാറുകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ ഫലമായി നമ്മുടെ കേരളത്തില് വലിയൊരു ട്രാജഡി ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ഡിസ്ട്രിക്ട് കേരള സ്റ്റാർട്ടിംഗ് ഇൻ late 1970s for over 20 years.
Aerial spraying over 11 panchayats. The chemical contaminated was source oil and food chains, resulting in physical deformities, mental retardation, cerebral palsy, and cancer among thousands of people. Over 6,000 individuals were identified as victims with hundreds of death reports. അതായത് കാസർഗോഡ് ജില്ലയിലെ പാദ്ര ഗ്രാമം ഉൾപ്പെടെ 11 പഞ്ചായത്തുകളിൽ 1978 മുതൽ 20 വർഷത്തിലേറെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ കീഴിൽ ഹെലികോപ്റ്റർ മുഖേന നമ്മുടെ തോട്ടങ്ങളിലേക്ക് ഈ കീടനാശിനി തളിക്കുകയും അതിന്റെ പ്രത്യാഘാതമായി കുടിവെള്ള സ്രോതസ്സുകൾ, മണ്ണ്, ആഹാരം എന്നിവ മലിനമാവുകയും ചെയ്തു. ഇത് അവിടെ സ്ഥിതി ചെയ്യുന്നവരിൽ ക്യാൻസർ, ജനന വൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യം, ശാരീരിക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതിന്റെ ഇരകളായി 6,000-ലധികം നിരവധി പേരെ ദുരന്തബാധിതരായി കണക്കാക്കുകയും നിരവധി കാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അന്നത്തെ ഗവൺമെന്റ് ചെയ്തിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഇമ്പാക്ട്സും എൻവയറമെന്റൽ കോൺസിക്വൻസും, ആരോഗ്യപരമായിട്ടും പാരിസ്ഥിതികമായുള്ള ആഘാതങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എൻഡോക്രൈൻ ഡിസ്പെക്ടർ, ഹോർമോൺ കൊണ്ടുള്ള തകരാറുകൾ. ആക്ട് ആസ് എൻ സെനോസ്ട്രജൻ കോസിംഗ് റീപ്രൊഡക്റ്റീവ് ഡാമേജ്. ഹോർമോണിന്റെ തകരാറുകൾ മൂലം പ്രത്യുൽപാദന ശേഷിയെ ബാധിച്ചിരുന്നു. രണ്ടാമത് ന്യൂറോടോക്സിസിറ്റി, നാഡീവ്യൂഹത്തെ ഇത് ബാധിച്ചിരുന്നു. കോസിംഗ് സീഷേഴ്സ്, ട്രെമേഴ്സ് ആൻഡ് പെർമനന്റ് ബ്രെയിൻ ഡാമേജ്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് മൂലം അപസ്മാരം, വിറയൽ, തലച്ചോറിന് തകരാറുകൾ എന്നിവ ഉണ്ടാവുന്നായിരുന്നു. ബർത്ത് ഡിഫിക്ട്സ്, ചിൽഡ്രൻസ് ബോൺ ഇൻ എഫക്റ്റഡ് ഏരിയസ് സഫർ ഫ്രം സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, സെറിബ്രൽ പാൾസി ആൻഡ് കൺജന്റൽ ഡിസബിലിറ്റീസ്. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ ഉണ്ടായി. അവിടെയുള്ള ആളുകൾക്ക്, ആ ചുറ്റുപാടും പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ജന്മനാലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുകയും കുട്ടികളിൽ വളർച്ച മുരടിക്കുകയും സെറിബ്രൽ പാൾസി, ജനന വൈകല്യങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തതായി ഇത് പ്രകൃതിയെ ബാധിച്ചിരുന്നു. പരിസ്ഥിതി ദീർഘകാലം ഇത് നിന്നിരുന്നു. റിമൈൻസ് ഇൻ സോയിൽ ആൻഡ് വാട്ടർ ഫോർ ഇയേഴ്സ്, ബയോ അക്യുമുലേഷൻ ഇൻ ദ ഫുഡ് ചെയിൻ. അതായത് ഇത് പരിസ്ഥിതിയിൽ ഒരുപാട് കാലം നിലകൊള്ളുകയും ഈ എൻഡോസൾഫാൻ എന്ന കീടനാശിനി തളിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് പരിസ്ഥിതി ആ മണ്ണിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ഈ മണ്ണിൽ പറ്റിപ്പിടിച്ചിരുന്ന രാസവസ്തുക്കൾ കാലക്രമേണ കുറേയായി ജീവികളിൽ കുറച്ചായി കയറി ഈ രാസവസ്തുക്കളുടെ ശേഖരണം കൊണ്ട് ബയോ അക്യുമുലേഷൻ നടക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എൻഡോസൾഫാൻ മണ്ണിലും വെള്ളത്തിലും വർഷങ്ങളോളം നിലനിന്നിരുന്നത് ഈ ബയോ അക്യുമുലേഷൻ കാരണമായിരുന്നു. പിന്നെ ഇതിന്റെ ഫലമായി, അതായത് ഈ എൻഡോസൾഫാൻ തന്നെ ഒരു ഉപ ഉൽപ്പന്നം ഉണ്ടായിരുന്നു, അതായത് എൻഡോസൾഫൈറ്റ് പറഞ്ഞിട്ട്. അത് ഈക്വൽ ടോക്സിക്സ് ആൻഡ് മോർ പെർസിസ്റ്റന്റ്. ഇതുമായി, അതായത് ഈ എൻഡോസൾഫാനേക്കാളും കൂടുതൽ അപകടകാരിയായിരുന്നു ഈ സൾഫേറ്റ് പറയുന്നത്. അതായത് 9 മാസം മുതൽ 6 വർഷം വരെ അർദ്ധായുസുള്ള മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതും ജൈവ സമ്പുഷ്ടീകരണത്തിന് കാരണമാകുന്നതുമായ ഒരു ഓർഗോക്ലോറിൻ കീടനാശിനിയാണ് എൻഡോസൾഫാൻ. അതിനാൽ ഇതിന് ദീർഘകാലം നിലനിൽക്കുന്ന ജൈവ മാലിന്യകാരിയായ ഓർഗാനിക് പൊല്യൂട്ടന്റ് ആയിട്ട് ഇവര് ഗവൺമെന്റ് ഇതിന് തരംതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ പ്രധാന ഉപോൽപ്പന്നമായ എൻഡോസൾഫാൻ സൾഫേറ്റും ഇതിനേക്കാളും മാരകമായ ഒരു വിഷാംശമായിരുന്നു. അത് മണ്ണിൽ കലരുകയും വർഷങ്ങളോളം അത് മണ്ണിൽ തന്നെ അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷത്തിലൂടെ ദൂരദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ ശേഷിയുള്ളതിന് ഇതിനെ ആർട്ടിക് പോലുള്ള വിദൂര പ്രദേശങ്ങളിൽ പോലും മലിനമാക്കും. ഇനി സോയിൽ പെർസിസ്റ്റൻസ് ആണ്. സോയിൽ മണ്ണിൽ ഇതിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഉപയോഗം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഇത് നല്ല മണ്ണിൽ നിലനിൽക്കുമായിരുന്നു. ഇത് കാരണം മണ്ണിൽ നിൽക്കണ കാരണം ഭൂഗർഭ ജലങ്ങൾ, മണ്ണിനടിയിലുള്ള ജലം മലിനമാകാൻ സാധ്യതയുള്ള കൂടുതലുണ്ടായിരുന്നു. ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്ഷൻ ആണ്. അതായത് ഇതിന്റെ പരിവർത്തനം. എൻഡോസൾഫാൻ സൾഫേറ്റ് ഈസ് എ മോർ പെർസിസ്റ്റന്റ് ദാൻ ദ പാരന്റ് കോമ്പൗണ്ട്, എക്സ്പ്ലൈനിങ് ഇറ്റ്സ് ഡിറ്റക്ഷൻ ഇയേഴ്സ് ആഫ്റ്റർ യൂസേജിങ് സീസ്ഡ്. ഇത് രൂപാന്തരപ്പെടുന്ന ഈ ഉൽപ്പന്നം എൻഡോസൾഫാൻ സൾഫേറ്റ് അതിന്റെ മൂലരൂപമായ എൻഡോസൾഫാനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ്. ഉപയോഗം നിർത്തി വർഷങ്ങൾക്ക് ശേഷവും ഇവ കണ്ടെത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ്, ഈ എൻഡോസൾഫാൻ സൾഫേറ്റ് ട്ടാ. ഇനി അക്വാട്ടിക് ബിഹേവിയർ, ജലത്തിൽ ഇതിന്റെ സ്വഭാവം നമുക്ക് നോക്കാം. വൈൽ ഹൈഡ്രോളിസിസ് ഒക്കേഴ്സ് ഇൻ ആൽക്കലൈൻ വാട്ടർ, എൻഡോസൾഫാൻ സ്ട്രോങ്ലി അബ്സോർബ് ടു സെഡിമെന്റ് വിച്ച് ആക്ട് ആസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. അതായത് ആൽക്കലൈൻ സ്വഭാവമുള്ള വെള്ളത്തിൽ ഇത് ജലവിശ്ലേഷണത്തിന് വിധേയമാകുമെങ്കിലും
എൻഡോസൾഫാൻ ജലാശയങ്ങളിൽ അടിത്തട്ടിൽ മണ്ണിൽ അതായത് സെഡിമെന്റ് മണ്ണിന്റെ അടിത്തട്ടിൽ ശക്തമായി പറ്റിപ്പിടിച്ചിരിക്കും. ഇത് ദീർഘകാല മലിനീകരണങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന്റെ ലോങ് റേഞ്ച് ട്രാൻസ്പോർട്ടിനാണ്, ദീർഘദൂര ഗതാഗതം. ഇറ്റ് ട്രാവൽസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് ഇൻ ആർട്ടിക് എയർ, വാട്ടർ ആൻഡ് ബയോട്ട. ഇത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയും ആർട്ടിക് വായു, ജലം, ബയോട്ട, ജീവജാലങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്നിവയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. ഇനി അടുത്തത് ബയോ അക്യുമുലേഷൻ ആണ്. ഇതിൽ എങ്ങനെയാണ് ജീവികൾ അടിഞ്ഞുകൂടുന്നത് നോക്കുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റെബിലിറ്റി ഇറ്റ് അക്യുമുലേറ്റ് ഇൻ ദ ഫുഡ് ചെയിൻ. ഇത് കൂടുതലും ഇതിന്റെ സ്ഥിരത കാരണം ഇത് ഭക്ഷ്യ ശൃംഖലയിൽ അടിഞ്ഞുകൂടുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലായിരുന്നു. ഇനി എൻഡോസൾഫാൻ പ്രസൻസ് ഇൻ എൻവയോൺമെന്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി എലിമിനേറ്റഡ്, പോയ്സണിങ്, ക്രോണിക് റിസ്ക് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ത്രൂ ഫോർ എക്സാമ്പിൾ വാട്ടർ കണ്ടാമിനേഷൻ. എൻഡോസൾഫാൻ പരിസ്ഥിതിയിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതാകുന്നില്ല. ഇത് ജലമലിനീകരണം പോലുള്ളവയിലൂടെ ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും വിട്ടുമാറാത്ത ഭീഷണിയായി ഉയർത്തുന്നു. ഇതിനെതിരെ സമരങ്ങളും നിരോധനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റ്, ലീഗൽ ആക്ഷൻസ് ആൻഡ് ബാൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രൊട്ടസ്റ്റ് ഫോളോയിങ് ഹെൽത്ത് റിപ്പോർട്ട്സ് ഇൻ ദ ഏർലി 1980s and persistence reporting by journalists, public oppositions group, key figures such as Leela Kumari Amma, an agriculture officer, initiated legal actions to stop the spraying. അതായത് 1980-കളിൽ തുടക്കത്തിലെ ആരോഗ്യ റിപ്പോർട്ടുകൾ മാധ്യമ പ്രവർത്തകരും നിരന്തരമായ റിപ്പോർട്ടിനെ തുടർന്ന് പൊതുജനങ്ങളെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസറായ ലീല കുമാരി അമ്മ ഇതിനെതിരെ എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തലാക്കാനുള്ള നിയമ നടപടികൾ അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരായി 2000-2002 കേരള ഹൈക്കോടതിന്റെ ഒരു ബാൻ വന്നിട്ടുണ്ടായിരുന്നു. ദ കേരള ഹൈക്കോർട്ട് അപ്ഹോൾഡ് എ ലോവർ കോർട്ട് ഓർഡർ ഇൻ 2000 ബാനിങ് ദ ഏരിയൽ സ്പ്രേയിങ് ഓഫ് എൻഡോസൾഫാൻ. 2000 എൻഡോസൾഫാൻ വ്യോമമാർഗേന തളിക്കുന്നത്, അതായത് ഹെലികോപ്റ്റർ മുഖേന തളിക്കുന്നത് കീഴ്ക്കോടതി നിർത്തലാക്കുകയും കീഴ്ക്കോടതി ഉത്തരവ് കേരള ഹൈക്കോടതി ശരിവെച്ചു. പിന്നെ ഇത് സുപ്രീം കോർട്ടിൽ പോയി. 2011 ഇന്ത്യയിലെ സുപ്രീം കോർട്ട് വഴി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബാനഡ് ദ പ്രൊഡക്ഷൻ, സെയിൽ ആൻഡ് യൂസ് ഓഫ് എൻഡോസൾഫാൻ അക്രോസ് ദ കൺട്രി, സിറ്റിംഗ് ദ പ്രീകോഷണറി പ്രിൻസിപ്പിൾ ആൻഡ് ദ റൈറ്റ് ഓഫ് ലൈഫ്. മുൻകരുതൽ തത്വം എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ജീവിക്കാനുള്ള അവകാശം എന്നിവ ചൂണ്ടിക്കാട്ടി എൻഡോസൾഫാന്റെ ഉപയോഗം, ഉൽപാദനം, ഉപയോഗം, വിൽപ്പന എന്നിവ രാജ്യത്തുടനീളം സുപ്രീം കോടതി നിരോധിച്ചു. ഇതിന്റെ കോമ്പൻസേഷനും കംപ്ലൈൻസിനെയും കുറിച്ചാണ് അടുത്തത് പറയുന്നത്. നഷ്ടപരിഹാരം കൊടുക്കൽ എങ്ങനെയാണ് അവർ പാലിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ 2017 the Supreme Court ordered the Kerala government to pay 5 lakhs each to the families of over 5,000 victims. അതായത് 2017 5000-ലധികം ഇരകളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകണമെന്ന് സുപ്രീം കോടതി സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഇൻ 2022 ദ സുപ്രീം കോർട്ട് റിപ്പയർമെന്റഡ് ദ കേരള ഗവൺമെന്റ് ഓഫ് the delayed distribution of this compensation and failure to provide proper medical care to the victims. ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിലെ കാലതാമസത്തെ തുടർന്ന് ഇരകൾക്ക് ശരിയായ വൈദ്യസഹായം നൽകുന്നതിലെ വീഴ്ചയ്ക്കും 2028 സുപ്രീം കോടതി കേരള സർക്കാരിനെ ശാസിച്ചിരുന്നു. ഇനി കണ്ടംപ്റ്റ് പെറ്റീഷൻസ്, കോടതിയിലെ അലക്ഷ്യം. ഇവരിത് ഈ 5 ലക്ഷം രൂപ ആ കുടുംബങ്ങൾക്ക് കൊടുക്കാണ്ട് വന്നത് അതൊരു പെറ്റീഷനായിട്ട് കോടതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ 2021 എ കണ്ടംപ്റ്റ് പെറ്റീഷൻ വാസ് ഫയൽഡ് ഡ്യൂ ടു ദ സ്റ്റേറ്റ്സ് ഫെയിലിയർ ടു ഇംപ്ലിമെന്റ് compensation and medical rehabilitation, leading to the High Court direction the district legal service authorities to report on care. നഷ്ടപരിഹാരവും വൈദ്യസഹായവും നടപ്പാക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടതിനെ തുടർന്ന് 2021 കോടതിയെ ലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുകയും ഇത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിചരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതായും ചെയ്തു. ഇനി ഇപ്പൊ നടന്നു വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും ഇതിന്റെ ഈ നഷ്ടപരിഹാരങ്ങൾ ഇപ്പോഴും മിക്ക ആളുകൾക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴും അതിന്റെ ഈ 2022 അതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും നടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് കേട്ട്. കൺക്ലൂഷനാണ് ഇതേപോലെ തന്നെ നമുക്ക് മാംഗോ ഓർക്കിഡ് ഓഫ് മുതലമട അങ്ങനെയുള്ള മുത്താലമല പഞ്ചായത്തിലും ഇതേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു.
നമ്മുടെ അവിടെ തന്നെ മുത്താലമല, കേരളത്തിൽ തന്നെ മുത്താലമല പഞ്ചായത്തിലും ഈ ഈ മാങ്ങ തോട്ടങ്ങളിൽ അവിടെ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്കാണ് പറയുന്നത്. ദ എൻഡോസൾഫാൻ ട്രാജഡി ഈസ് എ സ്റ്റാർ റിമൈൻഡർ ഓഫ് എ നീഡ് ഫോർ sustainable agriculture and a strict regulation of pesticides. It emphasizes the importance of protecting human life over agriculture yield. എൻഡോസൾഫാൻ ദുരന്തം സുസ്ഥിര കൃഷിയുടെയും കീടനാശിനികളുടെയും കർശനമായ നിയന്ത്രണത്തിന്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. കാർഷിക ഉൽപ്പന്നത്തെക്കാൾ മനുഷ്യജീവനാണ് പ്രാധാന്യമെന്ന് ഈ ദുരന്തം തെളിയിക്കുന്നു. താങ്ക് യു മാം. ഓക്കേടാ, നന്നായിട്ട് എടുത്തു കേട്ടോ. ദിവ്യ ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട് പ്രിപ്പയർഡ് ആണോ? പ്രസന്റ് ചെയ്തോട്ടെ. ടൈം ഇല്ലാത്തോണ്ടാണ് വേഗം എടുക്കാൻ പറയണേ. പക്ഷെ അതില്ലേ ഹെലൻ കെല്ലറിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് പറയണം. ഹരിജനെ കുറിച്ച് ജിഷാമിക്ക് പറഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഒരു സെമിനാർ കുറച്ചു മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇതിനു മുമ്പ് ജിഷ മാമിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഹെലൻ കെല്ലറിനെ കുറിച്ചാണ് ഞാനിത് പറയാൻ പോണത്. നമുക്ക് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഹെലൻ കെല്ലർ. നമ്മുടെ ശാരീരിക വൈകല്യങ്ങളെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ വളരെയധികം വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയണത്. ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹെലൻ ജനിച്ചത് 1880 ജൂൺ 27 അമേരിക്കയിലുള്ള അലബാമിലെ ഒരു കൊച്ചു നഗരത്തിലാണ് ഹെലൻ ജനിച്ചത്. ഹെലൻ എന്ന് പറഞ്ഞാല് വീട്ടിലത്തെ ഏറ്റവും ആദ്യത്തെ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരൊക്കെ വളരെയധികം ലാളിച്ച് കുഞ്ഞാഴ്ചയൊക്കെ വളർത്തിയ ഒരു കുഞ്ഞായിരുന്നു അത്. ഹെലന് പേര് കൊടുത്തത് ഹെലന്റെ മുത്തശ്ശിയാണ്. ഹെലൻ എവറസ്റ്റിന് സമാനമായിട്ടാണ് ആ പേര് അവൾക്ക് നൽകിയത്. അതുപോലെ തന്നെ ഒരുവിധം സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ഹെലൻ. ഹെലൻ വളരെയധികം ആക്റ്റീവായിട്ട് നല്ല രീതിക്ക് വളർന്ന ഒരു കുഞ്ഞായിരുന്നു. ഒരു 19 മാസം പ്രായം ആകണ വരെ സാധാരണ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ എല്ലാനും കാണുകയും കേൾക്കുകയും കളിക്കുകയും ഓടഞ്ചാറ് അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു. 19 മാസം പ്രായമുള്ളപ്പ അവൾക്ക് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ അസുഖം പിടിപെടുകയും അത് വളരെയധികം സീരിയസ് ആയി പോയി അസുഖം. അങ്ങനെ ഡോക്ടർമാരൊക്കെ കുഞ്ഞിനെ തിരിച്ചു കിട്ടൂലെന്നാണ് വിധി എഴുതിയത്. എങ്കിൽ പോലും കാഴ്ചയില്ലാത്തതും എന്താണ് ശബ്ദങ്ങൾ കേൾക്കാത്തതുമായിട്ടുള്ള ഒരു 2ാം ജന്മത്തിലേക്ക് അവള് തിരിച്ചു വന്നു. ഈ രണ്ടാമത് അവള് ഇതൊക്കെ അസുഖം മാറി തിരിച്ചു വന്നെങ്കിലും പുതിയ അവളുടെ ജീവിതം മാറിയത് അവൾക്ക് വളരെയധികം ഷോക്കുള്ള ഒരു കാര്യമായിരുന്നു. അവൾക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇത്രയും നാളും കണ്ടിരുന്നതൊന്നും കാണുന്നില്ല, ഫുൾ ഇരുട്ട്, ഒന്നും കേൾക്കാൻ പറ്റാനുള്ള. അപ്പൊ പൊതുവെ ഈ കൊച്ചി വളരെയധികം വാശിക്കാരിയും ദേഷ്യവും കരച്ചിലൊക്കെ ആയിട്ട് മാറി. ആകെ അവളുടെ അമ്മയുടെ അടുത്തും ഇവളുടെ പ്രായത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് മാത്രമായിരുന്നു ഒരുവിധം ശാന്തമായിട്ട് ഇരുന്നിരുന്നത്. എങ്കിലും ഇങ്ങനെ കേൾവി ശക്തി ഇല്ലാതിരുന്നത് കൊണ്ട് അവള് സംസാരിക്കാനും അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവള് സംസാരിക്കാനും പഠിച്ചില്ല. കുട്ടിക്കാലത്ത് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അവള് വ്യത്യസ്തമായിരുന്നു എന്ന് ഉള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾക്ക് പുറത്തൊക്കെ പോയി കളിക്കാനും മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഇടപഴകാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അവൾക്കില്ലാത്ത എന്തോ ഒരു ശക്തി മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് അവള് തിരിച്ചറിഞ്ഞ് പയ്യെ തുടങ്ങിയപ്പോൾ അവൾക്ക് വളരെയധികം വിഷമങ്ങൾ വന്ന് അവളെപ്പോഴും കിടന്ന് കരയാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആയി ഒരു ദിവസം അവളുടെ അമ്മ അമേരിക്കയിലെ ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തില് ഒരു ബധിരയായ പെൺകുട്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു കഥ വായിക്കാനിടയായി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരു ചെറിയ പ്രതീക്ഷ കിട്ടി.
എന്താന്ന് വെച്ചാല് തന്റെ മകളിനെയും വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അവളുടെ അമ്മ പ്രതീക്ഷിച്ച്. അങ്ങനെ അവളുടെ അമ്മ അവളിനെ 6 വയസ്സുള്ളപ്പോ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുകയും അവരുടെ സ്വാധീനമൊക്കെ വെച്ചിട്ട് അവര് ഒരു നല്ലൊരു അധ്യാപികയെ കണ്ടെത്തുകയും അധ്യാപിക ഇവളുടെ അടുത്തേക്ക് പഠിപ്പിക്കാനായിട്ട് വരികയും ചെയ്തു. അധ്യാപികയുടെ പേരാണ് ആനി സുള്ളോവിൻ. ആ അധ്യാപിക അവളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവുണ്ടായി. ആദ്യം ഇവള് വളരെയധികം കുസൃതിയും വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഇവളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അധ്യാപികയ്ക്ക്. എങ്കിൽ പോലും ഇവൾക്ക് എല്ലാനും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ അധ്യാപിക വിശ്വസിച്ചു. അങ്ങനെ ആനി എന്ന് പറഞ്ഞ ടീച്ചറ് ഹെലൻ കെല്ലറിനെ ഓരോ കാര്യങ്ങള് പഠിപ്പിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഹെലന്റെ കയ്യിലോട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടും അവളുടെ കൈവെള്ളയില് വാട്ടർ എന്ന വേർഡ് എഴുതി കാണിച്ച്. അങ്ങനെ ഹെലന് മനസ്സിലാക്കിയാണ് ഓരോ വസ്തുക്കൾക്കും അതിന് ഓരോ പേരുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ വാട്ടർ എന്നുള്ളത് അവള് മനസ്സിലാക്കിയെടുത്ത്. അങ്ങനെ അവൾക്ക് മനസ്സിലായി ഓരോ സാധനങ്ങൾക്കും ഓരോരോ പേരുകളുണ്ട്. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് അവൾക്ക് താല്പര്യം വന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് പിൻ ഹാറ്റ് വാട്ടർ മഗ് അങ്ങനെ ഓരോന്നും കൈവെള്ളയിൽ എഴുതി ടീച്ചർ പഠിപ്പിച്ച്. പിന്നെ പ്രകൃതിയെ കുറിച്ച് പഠിപ്പിച്ച്, മഴനെ കുറിച്ച് പഠിപ്പിച്ച്, അങ്ങനെ ചുറ്റുപാടുള്ള ഓരോരോ സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ച്. അങ്ങനെ കുറെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അവളിനെ മാല കോർക്കാനും മരത്തിൽ കയറാനും പട്ടം പറപ്പിക്കാനൊക്കെ ആ ടീച്ചർ അവളെ പഠിപ്പിച്ച്. അങ്ങനെ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഏകദേശം എല്ലാ വസ്തുക്കളെ കുറിച്ചും അവള് മനസ്സിലാക്കി. അതുപോലെ തന്നെ ചെറിയ ചെറിയ സെന്റൻസുകള് പഠിച്ച്. അങ്ങനെ പതിയെ എന്താണ് സംസാരിക്കാനായിട്ട് അവള് പഠിച്ചു തുടങ്ങി. ഇതിനുശേഷം അവള് ടീച്ചർ ഇവളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ചേർത്ത് ബ്രെയിൻ ലിപി യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഹെലൻ പഠിച്ചിരുന്നത്. എന്നാലും സംസാരിക്കാനായിട്ട് തുടങ്ങിയെങ്കിലും വ്യക്തമായിട്ട് വാക്കുകൾ പറയാനും സംസാരിക്കാനായിട്ടുള്ള ഇത് പഠിച്ചിരുന്നില്ല. എങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ നല്ലൊരു നോളജ് അവൾക്ക് കിട്ടിയിരുന്നു. പിന്നെ 14-ാം വയസ്സിൽ അവളെ കാംബ്രിഡ്ജിലെ പെൺകുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. ആനി എന്ന് പറഞ്ഞ ഈ ടീച്ചറുടെ കയ്യിൽ എഴുതിയും പുസ്തകങ്ങളിൽ ബ്രെയിൻ ലിപിയൊക്കെ യൂസ് ചെയ്തിട്ട് അവള് ഹിസ്റ്ററി, ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ, ഇംഗ്ലീഷ്, മാത്സ് എന്നീ ഭാഷകളൊക്കെ പഠിച്ച് 1900 അവള് കോളേജിൽ പ്രവേശനം നേടി. അവിടെ ഉന്നത വിജയം നേടി. ലോകത്തിൽ ആദ്യമായിട്ട് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതെ ബിരുദം നേടിയ വ്യക്തിയായിട്ട് ഹെലൻ മാറി. വളരെയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അവളുടെ ഈ ടീച്ചറായിരുന്നു. ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുള്ള പ്രധാന quotes ആണ്: "The only thing worse than being blind is having sight but no vision." കാഴ്ച ഇല്ലാത്തതിനേക്കാൾ ദാരുണം കാഴ്ച ഉണ്ടായിട്ടും ദർശനമില്ലാത്തതാണ്. പിന്നെ "Alone we can do so little, together we can do so much." ഒറ്റയ്ക്ക് നമുക്ക് കുറച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ, ഒരുമിച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യാം. "Keep your face to the sunshine and you cannot see a shadow." സൂര്യപ്രകാശത്തേക്ക് മുഖം തിരിച്ച് നിൽക്കൂ, നിഴൽ കാണാൻ കഴിയില്ല. പിന്നെ ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തില് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ പുള്ളിയുടേതായിട്ടുള്ള സംഭാവനകളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഹെലൻ കെല്ലറിന്റെ ആത്മകഥയുടെ പേരാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം കുറെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. പിന്നെ 1968 ജൂൺ 1 87-ാം വയസ്സില്
ഹെലൻ അന്തരിച്ചു. ഇത്രയുള്ളൂ മിസ്സേ. താങ്ക് യു. ഓക്കെ, നന്നായിട്ട് എടുത്തു കേട്ടോ. ജിൻസി നെക്സ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക് എടുത്താൽ മതിയോ? മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് എടുക്കാം കേട്ടോ ജിൻസി. അപ്പോ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഇന്ന് എല്ലാവരും സെമിനാർ നല്ല രീതിയിൽ തന്നെ എടുത്തു. നമുക്ക് ഇത്തിരി വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു കേട്ടോ. ആരും സൈൻ ഔട്ട് പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, സൈൻ ഔട്ട് ഇല്ല. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, miss.